എല്ലാത്തിനും കൂടി പകരം എന്താ ഈ ഒരൊറ്റ ഐറ്റം മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും പച്ചമുളക് അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും അല്പം ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ആ ഒരു വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാള അരിഞ്ഞത് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ പാനിൽ മസാല ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് അങ്ങ് റെഡി ആയിട്ട് വരുമ്പോൾ മുകൾ ഭാഗം ഒന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ ഒരു 5 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല ഓംലേറ്റ് റെഡിയായി. ചൂട് ചോറിനൊപ്പം ഇത് മാത്രം മതി കേട്ടോ. വേറെ കറിയോ കൂട്ടാനോ ഒന്നും ആവശ്യമില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിനായി പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.